രണ്ടപ്പം, 2 മുട്ടക്കറി, 2 ബുൾസ, 2 പാല്, 2 പഴം. 14 റുപ്യ 50 പൈസ. എന്റെ പറ്റിലെഴുതിക്കോ തങ്കമണി. പറ്റിലെഴുതി ഈ തല്ലിപ്പൊളികൾ എന്നെ പറ്റിക്കാണല്ലോ എന്റെ ഗുരുവായൂരപ്പാ. ദീസ് പീപ്പിൾ ആർ ക്രെഡിറ്റിംഗ് മീ. ഈ കുന്തവിടെ തൂക്കിയാലെങ്കിലും കടം പറയില്ല എന്ന് കരുതി. ഇപ്പൊ കടവും അപകടവും രണ്ടും എനിക്ക് തന്നെയാ. പിന്നെ എന്തൊട്ട് കോപ്പിനായത്. കുഞ്ഞുണ്ണേ, ഇങ്ങോട്ട് വന്നേട്ടാ. എന്താട്ടാ? നിന്റെ ഈ മരമോന്തമ്മ 2 പെടയാ പടച്ചാലുണ്ടല്ലോ. നിന്റെ ഈ കോന്ത്രപ്പല്ല് മുഴുവൻ നീ നിലത്തു നെണ്ണി പിറക്കേണ്ടി വരും. കൗണ്ടിങ് ഫ്ലൈയിങ് ഫ്രം ദ ഗ്രൗണ്ട് ടീത്ത്. എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ്. നിന്റെ തലമണ്ടയ്ക്കകത്ത് എന്തൂട്ടാ പോത്തെ ചേറ. കാശ് തരാത്തോടത്ത് വില കൂടിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ല നിനക്ക് പറഞ്ഞൂടാ ഷവി. അത് ചേട്ടനല്ലേ ഓരോരുത്തർ വരുമ്പോ ആവശ്യമുള്ളത് കൊടുക്കാൻ പറയണേ. അതൊരു ബിസിനസ് ട്രിക്കാണ്. ഞാൻ കൊടുക്കാൻ പറയുമെന്ന് വെച്ചിട്ട് നീ കടം പറയണം. അൽക്കുലത്തുകൾക്കൊക്കെ അന്തവും കുന്തവും ഇല്ലാണ്ട് ചോദിക്കണതൊക്കെ കൊടുക്കാൻ നിൽക്കുക. ഇവറ്റകളുടെ അടുത്ത് അത്രയ്ക്കോട്ട് അല്ലതാനും എന്നാ അത്രയ്ക്കോട്ട് ഇല്ലതാനും എന്ന മട്ടിൽ നിൽക്കണ്ടോ കമ്മാലി. സ്ഥലവും ഗ്യാസും വെറുതെ കിട്ടുമ്പോ ലാഭമുള്ളത് കരുതിയാ ഞാൻ ഈ കന്റീൻ തുടങ്ങിയ. ഇപ്പൊ പറ്റു കൊടുത്തില്ലെങ്കിൽ തല്ലും. പറ്റിയ കാശ് ചോദിച്ചാ തല്ലും. സ്റ്റീൽ ഗ്ലാസ് കണ്ടാ കട്ടോണ്ട് പോവും. അത് മാറ്റി കുപ്പി ഗ്ലാസ് ആക്കിയപ്പോ സമരത്തിനും അടിപിടിക്കും എടുത്തോണ്ട് പോയി എറിയും. ഇനി ചിരട്ടെ കൊടുക്കാൻ ചായ. കുഞ്ഞുണ്ണേ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവണ്ടടാ. ഇവറ്റകള് കാരണം ഞാൻ തെണ്ടും. 100 ഐസാണ്. നിങ്ങളെ രാവിലെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു. കുഞ്ഞുണ്ണേ, സാറന്മാർക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്ക തിന്നട്ടെ. കണ്ണിലാ കരടാ പോയി. എന്തൊട്ടാ അതും പോയി. ഓരോ ബുൾസയും ചായ വാങ്ങിക്കണേ. ബുൾസാക്ക് മുട്ടയില്ല. തങ്കമണിയോട് വാങ്ങിച്ചോണ്ടാ പറ. എന്താ തങ്കമണി, മുട്ടയില്ലേ? ഇല്ല, മുട്ട തീർന്നു. തീർന്നെങ്കി വാങ്ങണം. കുഞ്ഞുണ്ണേ, കാലത്ത് ഞാൻ മേടിച്ച മുട്ട അകത്തുണ്ട്. സാറന്മാർക്ക് പുഴുങ്ങിക്കൊട വിഴുങ്ങട്ടെ. അവനാ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് പിന്നിലുണ്ട്. ഇത് വെച്ചോ. മേലിൽ നിന്നെയോ നിന്റെ ആൾക്കാരെയോ ഈ കോളേജിനകത്ത് കണ്ടാൽ കൊന്നുകളയും. രാമേന്ദ്രൻ, ഷോക്കേസിൽ വെച്ചിരിക്കുന്ന 3 കുരങ്ങളെ കണ്ടിട്ടില്ല. ആ പ്രിൻസിപ്പിളാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഒന്നും കാണരുത്, കേൾക്കരുത്, മിണ്ടരുത്. കാര്യങ്ങളും ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വന്ന് കേറ. ഇനി ഒരിക്കൽ സൗകര്യം വന്നോളാം. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ.
ആഹാ, ഇത് കൊള്ളാമല്ലോ. താമസക്കാരനില്ലാത്ത സമയം നോക്കി ഒരു പെണ്ണ് വീട് കുത്തി തുറന്ന് അകത്ത് കയറിയിട്ട് തോന്നിയവാസങ്ങളൊക്കെ കാണിക്കുക. ഈ വീട്ടിൽ എന്ത് തോന്നിവാസം കാണിക്കാനും എനിക്ക് അവകാശമുണ്ട്. തന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ വാങ്ങിയിടാൻ? 4 പേര് കയറി വന്ന് എന്റെ കണവന്റെ വീട് കാണുമ്പോ അത് തോന്നിയാസം കിടന്നാൽ അതിന്റെ കുറച്ചിൽ എനിക്കാ. സാറ് വരണം. വാചകമൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഫിറ്റ് ചെയ്യാം. എങ്ങോട്ടാ? ഷോപ്പിങ്ങിന്. ഇനി സാധനം കുറെ മേടിക്കാനുണ്ട്. നടക്ക. വാദ്യാർക്ക് നമ്മുടെ വക ഒരു ചെറിയ വാണിംഗ് കൊടുക്കാം. ഇറങ്ങ. ശരി. മൈ ഗോഡ്, ആരാണ് ഈ വൃത്തിയേട് ചെയ്തത്? ഇപ്പൊ ഇതിന് പോകാൻ പറ്റില്ല. നമുക്ക് ടാക്സി പോവാം. വീട്ടിൽ ചെന്ന് ഡ്രൈവറെ പറഞ്ഞു വണ്ടി എടുപ്പിക്കാം. എന്താ പതിവില്ലാണ്ടൊരു ദേശീയ പതാക ഉയർത്തലും പുഷ്പാഭിഷേകവും ഒക്കെ? അടുത്ത ആഴ്ച ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? ശരിയാവുന്നുണ്ടോന്ന് രണ്ടൊന്ന് ട്രയൽ നോക്കാന്ന് വെച്ചു. പ്രിൻസിപ്പാൾ പതാക ഉയർത്തുമ്പോ ചരടെങ്ങാനും കുരുങ്ങി പൂ വീണില്ലെങ്കിലേ സംഗതി ആകെ ചമ്മലാവും. അതിലും വലിയ ചമ്മല് നടക്കാൻ പോവാ. എന്താ? കോളേജ് യൂണിയൻ ചെയർമാനായ സ്ഥിതിക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തെങ്കിലും 2 വാക്ക് പറയണ്ടേ? നല്ല സ്റ്റൈലും പ്രസംഗം പറഞ്ഞങ്ങനെ തട്ടിക്കൂടെ? അതെ അതെ, കാണാപ്പാടം പഠിക്കാൻ പറ്റുന്ന പാട് എനിക്കറിയാം. നിവൃത്തിയില്ലെങ്കിൽ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. അതങ്ങോട്ട് കാച്ചുവിടും. നീ അവളെ കമന്റ് അടിക്കും അല്ലടാ? എന്റെ ഇഷ്ടടാ. പോയിരുന്നല്ലോ പഠിക്കാ. കോളേജ് വന്നിരുന്ന് ജാട കാണിക്കും. എന്താടാ പോടാ. സംഗതിയൊക്കെ ഞങ്ങൾ ഏറ്റു. ഇവിടെ ഇക്കൊല്ലം ഒറ്റ ദിവസം പോലും ക്ലാസ് നടക്കില്ല. ദേ വേണം ഇന്ന് തന്നെ തുടങ്ങാം. പക്ഷെ അതിനൊരു കാരണം വേണ്ടേ? കാരണമൊക്കെ നമുക്ക് സമരത്തിന് ശേഷം ആലോചിക്കാം. അതിനുള്ള വഴികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ എടാ എടാ ക്ലാസ് പോയി പഠിക്കടാ. വായിൽ നോക്കി കേൾക്കാതെ. പിന്നെ ഇന്നലെ SFK-ക്കാരെ കണ്ണൂർ ഒരുത്തനെ തല്ലിന്ന് കേട്ടു. മതി, സമരത്തിന് കാരണം അത് മതി. പക്ഷെ എന്തിനാ തല്ലുകൊണ്ടെന്ന് അറിയോ? വല്ല പോക്കിരിത്തരം കാണിച്ചാണ്. അവന്റെ പേരെന്താടാ? പേരൊന്നും അറിയില്ലെന്നീ. ഓ, നേതാവിനാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വല്ല വിദ്യാധരനെന്ന് വല്ലതും വെച്ച് തുടങ്ങിക്കും. വിദ്യാധരനെ തൊട്ടു കളിച്ചാൽ വിദ്യാധരനെ ഇന്ന് ക്ലാസ്സിലെ തൊട്ടു കളിച്ചാൽ ISU സിന്ദാബാദ് 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 ISU സിന്ദാബാദ് 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 ISU സിന്ദാബാദ് ISU സിന്ദാബാദ് ISU സിന്ദാബാദ് ISU സിന്ദാബാദ് ISU സിന്ദാബാദ്. എന്താ കാര്യം? കാര്യം സാർ അറിയണ്ട. സാറിന്റെ പണി നോക്ക്. എന്റെ പണി പഠിപ്പിക്കല, അതാ ഞാൻ നോക്കുന്നത്. പഠിത്തമില്ല, സമരം. എന്താ കാരണം? പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കണ്ണൂർ SM കോളേജിൽ വിദ്യാധരൻ എന്നൊരു വിദ്യാർത്ഥി സുഹൃത്തിനെ SFK-യുടെ ഗുണ്ടകൾ അതിക്രൂരമായി തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് പഠിപ്പ് മുടക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇറങ്ങിവേണം. വിദ്യാധരനെ തൊട്ടു കളിച്ചാൽ ISU സിന്ദാബാദ് ISU സിന്ദാബാദ് വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. ലൂക്കോ സാറിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചം? സത്യം പറയാലോ ശശികലെ, ഇന്ന് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പ്രാർത്ഥിക്കുക പിള്ളേര് സമരമുണ്ടാക്കണേന്ന്. കെട്ടിടം പണിയുടെ ലോണിന്റെ കാര്യം ഒന്ന് ശരിയാക്കാൻ പോണെന്ന് 2 ദിവസമായി വിചാരിക്കുന്നതാ. ഇപ്പൊ കോൾ അടിച്ചില്ലേ? ചെല്ലട്ടെ. 16-ാം തീയതി എനിക്ക് കൊല്ലത്തൊരു കല്യാണമുണ്ട്. പോവാതിരിക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്ന ലീവൊക്കെ പെമ്പറന്നൂരുടെ പ്രസവ സമയത്ത് എടുത്തു തീർത്തു. എന്റെ ഗുരുവായൂരപ്പാ, അന്നൊരു സമരം ഉണ്ടായി കിട്ടിയാ ഞാൻ രക്ഷപ്പെട്ടു. കാലത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് സ്ഥലം വിട്ടാ ലോസോപ്പെ കൂടാതെ കഴിയാമല്ലോ. അത് ശരിയാ. അല്ല രാമേന്ദ്ര, ഒരു കാര്യം പറയണമെന്ന് വെച്ചിട്ട് കുറെ ദിവസമായി. എന്താ? ഒരു സൈഡ് ബിസിനസ്സും കൂടെ ആയിക്കൂടെ? മനസ്സിലായില്ല. ഈ 3:30 മണിക്ക് കോളേജ് വിട്ടാ പിന്നെ വീട്ടിലെന്താ ജോലി? പ്രത്യേകിച്ചൊന്നുമില്ല. അതാ പറഞ്ഞത്, ആ നേരത്തെ ഒരു 10 കാശുണ്ടായിക്കൂടെ എന്ന്. എങ്ങനെ? 10 പിള്ളേർക്ക് ട്യൂഷൻ ആയാലേ
മാസം 10,500 രൂപ വീണ് കിട്ടില്ലേ? എനിക്ക് 20 പിള്ളേരുണ്ട്. ഇനി കൂടിയാ ശരിയാവില്ല. 10 പിള്ളേരെ ഞാൻ വീട്ടിലേക്ക് അയക്കാം. എനിക്ക് കമ്മീഷൻ തന്നാ മതി. അധ്യാപക വൃത്തി ഒരു ബിസിനസ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവുമ്പോൾ സാറിനെ അറിയിക്കാം.